ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് അവതരിപ്പിച്ചു. ലഹരിക്കെതിരെ പ്രതിരോധ പ്രവർത്തനത്തിന് 2.2 കോടി രൂപ നീക്കിവച്ചിരിക്കുന്ന ബജറ്റ് സേവന മേഖലയ്ക്കും കാർഷിക വികസനത്തിനും പ്രാധാന്യം നൽകുന്നു. സേവന മേഖലയ്ക്കും കാർഷിക വികസനത്തിനും ഊന്നൽ നൽകിക്കൊണ്ടാണ് ജില്ലാ പഞ്ചായത്തിന്റെ ബജറ്റ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് അവതരിപ്പിച്ചത്. ബജറ്റ് അവതരണ യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷയായി. ലഹരിക്കെതിരെ പ്രതിരോധ പ്രവർത്തനത്തിന് 2.2 കോടി രൂപയാണ് ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത്. വിത്ത് ഗ്രാമം പദ്ധതിക്ക് 1.75 കോടി രൂപയും ഭവന പദ്ധതിക്ക് 11 കോടി രൂപയും നീക്കിവച്ചിട്ടുണ്ട്. മത്സ്യമേഖലയിൽ 2 കോടി രൂപയാണ് ചിലവഴിക്കുക. തൊഴിൽമേളയ്ക്കും ഭാഷാ നൈപുണ്യ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനും പ്രത്യേക പദ്ധതി തന്നെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സമഗ്ര പാലിയേറ്റീവ് കെയർ പദ്ധതിക്ക് 50 ലക്ഷം രൂപ നീക്കിവെച്ചു. നെൽകൃഷിക്ക് കൂലിച്ചെലവ് സബ്സിഡിക്കായി 1 കോടി രൂപയാണ് നീക്കിവെച്ചിരിക്കുന്നത്. സമൂഹത്തിന് വിപത്താകുന്ന ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾക്കും തൊഴിൽമേളയുടെ തുടർച്ചയായി തൊഴിലന്വേഷകർക്ക് വിവിധ ഭാഷകൾ പഠിക്കാൻ അസാപ്പുമായി ചേർന്നുള്ള പദ്ധതി നടപ്പാക്കുന്നതിനും വിഭാവനം ചെയ്യുന്ന ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. 116 കോടി 10,3750 രൂപ വരവും 115 കോടി 47,3750 രൂപ ചിലവും 63 ലക്ഷം രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സേവന മേഖലയ്ക്ക് 53.90 കോടി രൂപയും കാർഷിക വികസനത്തിന് 5.8 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നു. ഉൽപാദന മേഖലയിൽ 15.54 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. നാളികേരം, നെൽവിത്ത്, പച്ചക്കറി തൈകൾ, കിഴങ്ങ്, എള്ള് എന്നിവയ്ക്ക് നഴ്സറി ആരംഭിക്കുന്ന വിത്ത് ഗ്രാമം പദ്ധതിക്ക് 1.75 കോടി രൂപയാണ് ചിലവഴിക്കുന്നത്. കൃഷിയുടെ ആധുനികവൽക്കരണത്തിനുള്ള പദ്ധതിയായ മഴമറയ്ക്ക് 50 ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ട്. നെൽകൃഷിക്ക് കൂലിച്ചെലവ് സബ്സിഡിക്കായാണ് 1 കോടി രൂപ വിനിയോഗിക്കുന്നത്. പാടശേഖരങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 1 കോടി, മില്ലറ്റ് കൃഷിക്ക് 10 ലക്ഷം എന്നിവ വകയിരുത്തി. മത്സ്യബന്ധന മേഖലയിൽ 2 കോടി രൂപ വിവിധ പദ്ധതികൾക്കായാണ് ചിലവഴിക്കുന്നത്. ഈ മേഖലയിൽ വനിതകൾക്ക് മൂല്യവർധന ഉൽപാദന യൂണിറ്റ് ആരംഭിക്കുന്ന പദ്ധതികൾക്ക് 25 ലക്ഷം രൂപ ഇതിൽ നിന്നും നീക്കിവെക്കും. ക്ഷീരവികസനത്തിന് 1.5 കോടി രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. കയർ മേഖലയിലെ ആധുനികവൽക്കരണത്തിന് 50 ലക്ഷം രൂപ, ഖാദി യൂണിറ്റ് പുനരുദ്ധാരണത്തിന് 50 ലക്ഷം രൂപ, ലൈഫ് പദ്ധതി ജില്ലാ പഞ്ചായത്ത് വിഹിതം നൽകുന്നതിന് 10 കോടി രൂപ, ട്രാൻസ്ജെൻഡേഴ്സിന് സാമൂഹ്യ സുരക്ഷയും തൊഴിൽ പരിശീലനവും നൽകുന്നതിന് 25 ലക്ഷം രൂപ, HIV ബാധിതർക്ക് പോഷകാഹാരം നൽകുന്ന പാഥേയം പദ്ധതിക്ക് 70 ലക്ഷം രൂപ, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് മരുന്ന് വാങ്ങി നൽകുന്ന മാനസം പദ്ധതിക്ക് 10 ലക്ഷം രൂപ, ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് PSC ഓൺലൈൻ പരിശീലനം നൽകുന്ന പുണ്യം പദ്ധതിക്ക് 10 ലക്ഷം രൂപ, ജെൻഡർ പാർക്ക് ഡേ കെയർ പദ്ധതിയായ വാത്സല്യം പദ്ധതിക്ക് 10 ലക്ഷം രൂപ എന്നിങ്ങനെ നീക്കിവെച്ചിട്ടുണ്ട്. പട്ടികജാതി വികസനത്തിന് 16.12 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. പട്ടികജാതി സങ്കേതങ്ങളുടെ സമഗ്ര വികസനത്തിന് 4.75 കോടി രൂപ, പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിന് ഗ്രാമപഞ്ചായത്തുകൾക്ക് വിഹിതം നൽകാൻ 50 ലക്ഷം എന്നിങ്ങനെ വകയിരുത്തി. പശ്ചാത്തല വികസന മേഖലയിൽ 25.40 കോടി രൂപ വകയിരുത്തി. ജില്ലാ പഞ്ചായത്ത് ജീവനക്കാർക്കും കളക്ടറേറ്റിലെ ജീവനക്കാർക്കും വനിതാ ജനപ്രതിനിധികൾക്കും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്തിൽ ഫിറ്റ്നസ് സെന്റർ തുടങ്ങുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ബജറ്റ് അവതരണ യോഗത്തിൽ പറഞ്ഞു. ജീവനക്കാരുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കുന്നതിനുമാണ് ജില്ലാ പഞ്ചായത്ത് മുൻകൈയെടുത്ത് ഉല്ലാസം എന്ന പേരിൽ ഫിറ്റ്നസ് സെന്റർ ആരംഭിക്കുന്നത്. ഇതിനായി 25 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ടെന്നും KG രാജേശ്വരി പറഞ്ഞു. 4 വർഷത്തിനിടയിൽ സംസ്ഥാന തലത്തിൽ 3 പുരസ്കാരങ്ങൾ നേടാൻ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന് കഴിഞ്ഞുവെന്നും വ്യത്യസ്തമായ ഇടപെടലിലൂടെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മറ്റ് ജില്ലാ പഞ്ചായത്തുകൾക്ക് മാതൃകയായിരിക്കുകയാണെന്നും KG രാജേശ്വരി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് TS താഹ, ബിനു ഐസക് രാജു, MV പ്രിയ, ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജോൺ തോമസ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KG സന്തോഷ്, PS ഷാജി, അഡ്വക്കേറ്റ് R റിയാസ്, CK ഹേമലത മോഹൻ, സജിമോൾ ഫ്രാൻസിസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷീബ രാകേഷ്, VR രജിത, KM സലീം എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി KR ദേവദാസ് സ്വാഗതവും സീനിയർ സൂപ്രണ്ട് PV വിനോദ് നന്ദിയും പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ബജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.